നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. 2019 ഒരു തണുത്ത പ്രഭാതത്തിൽ ഊട്ടിയിൽ നമ്മുടെ പഴയ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ എസ്റ്റേറ്റിൽ വെച്ച് ഞാനൊരു കക്ഷിയെ കണ്ടു. ആ കക്ഷിയുടെ പേര് MG ഹെക്ടർ എന്നാണ്. അവിടെയായിരുന്നു MG ഹെക്ടറിൻ്റെ ഡ്രൈവ്. അന്ന് നമ്മൾ അത്ഭുതപ്പെടുത്തിയ കാര്യം, അല്ലെങ്കിൽ എല്ലാവരും അമ്പരന്ന് പോയ കാര്യം എന്ന് പറഞ്ഞാൽ, ഹെക്ടറിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഒരു വലിയ TV അതിൻ്റെ അകത്തിരിക്കുന്നു. TV പോലെ തോന്നിക്കുന്ന വലിയ ഒരു സ്ക്രീൻ. അതൊരു വലിയ തുടക്കമായിരുന്നു ഇന്ത്യയിലെ വാഹന നിർമ്മാണ കമ്പനികളെ സംബന്ധിച്ച്. അത്രയും കാലം നമ്മൾ കണ്ടുവന്നിരുന്ന വളരെ ചെറിയ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമൊക്കെ ആയിരുന്നെങ്കിൽ വളരെ വലിയ ഒരു സ്ക്രീനുമായിട്ടാണ് MG ഹെക്ടർ വന്നത്. അന്ന് നമ്മൾ വിചാരിച്ചു ഇവൻ പൊളിക്കും എന്ന്. MG ഹെക്ടർ മോശമല്ലാതെ വിൽപ്പന നേടി മുന്നോട്ട് പോവുകയുമായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, അന്ന് നമ്മൾ MG ഹെക്ടറിൽ കണ്ട ആ ഒരു വലിയ സ്ക്രീൻ ഉണ്ടല്ലോ, അതാണല്ലോ ഇപ്പോൾ എല്ലാ വാഹനങ്ങളും പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇന്ത്യയിലെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ വലിയ വിപ്ലവം കൊണ്ടുവന്ന കക്ഷിയാണ് നമ്മളൊപ്പം നിന്നുള്ള ഈ ഒരു MG ഹെക്ടർ. എന്താണ് MG ഹെക്ടറിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നോക്കിയാൽ മുൻഭാഗം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ പുതിയ ഗ്രില്ല് വന്നിരിക്കുന്നു. കൂടാതെ കുറേ മാറ്റങ്ങൾ കൂടി സംഭവിച്ച ഏറ്റവും പുതിയ 2026 മോഡൽ MG ഹെക്ടറാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ബൈജു നായർ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ സ്ഥാപിതമാവുകയും 2019 ആദ്യ മോഡലായ MG ഹെക്ടർ കൊണ്ടുവരികയും ചെയ്ത കമ്പനിയാണല്ലോ MG മോട്ടോർ. MG മോട്ടോറിൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ഒരു ക്രിസ്മസാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ടാറ്റയുടെ മോഡലുകളെ പോലും പിന്തള്ളിക്കൊണ്ട് MGയുടെ വിൻസർ എന്ന മോഡൽ ഇന്ത്യയിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന EV ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലും പരം സന്തോഷമൊന്നും വരാനില്ല. കാരണം ചൈനീസ് കമ്പനി എന്ന് പറഞ്ഞ് പണ്ടൊക്കെ എല്ലാവരും കാര്യമായ രീതിയിൽ ഒതുക്കി നിർത്തിയിരുന്ന ഒരു കമ്പനിയാണ് MG മോട്ടോർ. ആ കമ്പനിയുടെ ഒരു വാഹനം ഇന്ത്യയിലെ ടോപ്പ് സെല്ലിംഗ് EV ആയി മാറി എന്ന് പറയുന്നത് എന്തായാലും സന്തോഷമുള്ള കാര്യമാണ്. ഒരു പക്ഷേ ആ സന്തോഷത്തിൻ്റെ ഒരു ബഹിർസ്ഫുരണം എന്നൊക്കെ വേണമെങ്കിൽ നമുക്കിപ്പോൾ ഏറ്റവും പുതിയ MG ഹെക്ടറിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളെ വിളിക്കാം. കാരണം ഇത്രയും വർഷങ്ങളായി, അതായത് 6 വർഷമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനമാണ് MG ഹെക്ടർ. അതിന് 1-2 ഫേസ് ലിഫ്റ്റൊക്കെ ഇടയ്ക്ക് വരികയും ചെയ്തു. എങ്കിൽ പോലും ഒരു മിഡ് ലൈഫ് ഫേസ് ലിഫ്റ്റ് വീണ്ടും വരുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വിൻസറിൻ്റെ സെയിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള സന്തോഷത്തിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കാം ഈ ഒരു മോഡൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ രാവിലെ ഈ വാഹനം ഡീലർഷിപ്പിൽ നിന്നെടുത്ത് ഓടിച്ചു വരുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്തൊരു സ്മൂത്ത് വാഹനമാണിതെന്ന്. സ്മൂത്ത്നെസ് എന്ന് പറഞ്ഞാൽ എഞ്ചിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, സസ്പെൻഷനും ഗംഭീരമാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു അംഗത്തിന് ബാല്യമുണ്ട് MG ഹെക്ടറിനെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഈ വാഹനത്തിൻ്റെ വിജയം തെളിയിക്കുമ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഇതിൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് അന്നും ഇന്നും ഡീസൽ ഓട്ടോമാറ്റിക് ഇല്ല എന്നുള്ളതാണ്. എന്താണ് കമ്പനി കൊണ്ടുവരാത്തതെന്ന് അറിഞ്ഞുകൂടാ. ഇതിലൊരു ഡീസൽ ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇന്നോവ, ക്രിസ്റ്റ പോലുള്ള വാഹനങ്ങളുമായിട്ട് കോമ്പറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഇത് മാറിയേനെ. കാരണം ഇതിന് 5, 6, 7 ഇങ്ങനെ 3 സീറ്റ് കോൺഫിഗറേഷൻ ഉണ്ട്. അപ്പോൾ ഏത് വലിയ ഫാമിലിക്കും ഏത് ചെറിയ ഫാമിലിക്കും എടുക്കാവുന്ന ഒരു ഡീസൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് മാറിയേനെ. പക്ഷേ പെട്രോൾ മാത്രമേ ഓട്ടോമാറ്റിക് ഉള്ളൂ. അത് CVT-യുമാണ്. ആ വാഹനത്തിൻ്റെ ടോപ്പ് എൻഡ്, അതായത് 5 സീറ്റർ പെട്രോൾ ഓട്ടോമാറ്റിക്കിൻ്റെ ടോപ്പ് എൻഡാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രധാനപ്പെട്ട മാറ്റം ഞാൻ പറഞ്ഞല്ലോ, ഗ്രില്ലിലാണ് സംഭവിച്ചിരിക്കുന്നതെന്ന്. 6 വർഷം മുമ്പ് നമ്മൾ കണ്ട ഹെക്ടറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറേ ക്രോമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ വർഷം ആദ്യം വന്നൊരു ഫേസ് ലിഫ്റ്റിലും കുറേ ക്രോം ഉണ്ടായിരുന്നു. പക്ഷേ അതൊരു ഹണികോംബ് രീതിയിലുള്ള ക്രോമൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് മാറിയിട്ട് ഇത്തരം വെർട്ടിക്കൽ സ്ലാട്ടുകൾ വന്നു. അതിൻ്റെ ഇടയ്ക്കൊക്കെ ആയിട്ട് പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ളൊരു ഭാഗവും വന്നു. മുൻഭാഗം അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഈ ഒരു വലിയ ഗ്രില്ല് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യാം. എന്തായാലും ഏറ്റവും ആദ്യകാലത്തെ ഹെക്ടറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മുൻഭാഗത്ത് ഗ്രില്ലിനാണ് കൂടുതൽ പ്രൊമിനൻസ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു മാറ്റമായിട്ട് നമുക്ക് പറയുന്നത്. നടുവിൽ MGയുടെ വലിയ ലോഗോ അതുമായിട്ട് അങ്ങനെ ഇഴുകിച്ചേർന്ന് നിൽക്കുകയാണ്. താഴെയായിട്ടുള്ള ഭാഗത്തും കാര്യമായ മാറ്റം വന്നു. എയർ ഡാമിൻ്റെ ഈ ഭാഗത്തൊക്കെ വന്നിരിക്കുന്ന ഈ ഒരു ഡിസൈനൊക്കെ മാറ്റം വന്നിരിക്കുകയാണ്. അതൊരു വളരെ ഓപ്പണായിട്ടുള്ള എയർ ഡാമായിട്ട് മാറി. ഏറ്റവും താഴെയായിട്ട് വീണ്ടും സ്റ്റീൽ ഫിനിഷ് വന്നിരിക്കുന്നു. ഇത്രയുമാണ് മുൻഭാഗത്തെ വലിയ ചേഞ്ച് എന്ന് വിളിക്കാവുന്നത്. മുൻഭാഗത്തെ വലിയ ചേഞ്ച് അതാണെന്ന് ഞാൻ പറയാൻ കാര്യം, ഈ ഒരു ലൈറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലൊന്നും തൊട്ടിട്ടില്ല എന്നുള്ളതാണ്. ആ മനോഹരമായ ലൈറ്റുകൾ അതേപോലെ നിലനിർത്തിയിരിക്കുന്നു. ഡേറ്റ റണ്ണിങ് ലാമ്പിൻ്റെ ഷേപ്പിന് പോലും മാറ്റം സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇവിടെയൊക്കെ അങ്ങനെ ക്രോം അങ്ങനെ ഇടിച്ച് തള്ളി കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴും ഫോഗ് ലാമ്പിൻ്റെ ഭാഗത്തും അതിൻ്റെ മുകളിലൊരു ക്രോം സ്ട്രിപ്പുണ്ട്. ഇതാണ് അല്പം താഴെയായിട്ട് കാണുന്ന ഹെഡ് ലാമ്പ്, LED ഹെഡ് ലാമ്പാണ്. അതൊക്കെ ആ പൊസിഷനും കാര്യങ്ങളെല്ലാം അതേപടി നിലനിർത്തിയിരിക്കുകയാണ്. എന്തായാലും മുൻഭാഗത്ത് വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഈ കാണുന്ന പോലെയുള്ള ബോണറ്റ് ലൈനുകളും ബൾജുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുൻഭാഗം വളരെ പവർഫുള്ളൊരു വാഹനത്തിൻ്റെ ലുക്കിലേക്ക് മാറിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ മുൻഭാഗം കാണുന്ന സൈഡിലേക്ക് വരുമ്പോൾ വീണ്ടും അലോയ് വീലിൻ്റെ ഡിസൈനിൽ മാറ്റം വന്നിരിക്കുകയാണ്. അലോയ് വീലിൽ ബ്ലാക്കും അതുപോലെ സ്റ്റീൽ ഫിനിഷുമാണ് കൊടുത്തിരിക്കുന്നത്. 18 ഇഞ്ച് ടയേഴ്സ് അത് നിലനിർത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ഭാഗത്തൊരു ബ്ലാക്ക് ഫിനിഷും അതിന് നടുവിൽ MGയുടെ ലോഗോയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു കാര്യമുള്ളത്, ഈ ഒരു ക്ലാഡിങ് ഈ പുതിയ മോഡലിൽ ഏറ്റവും പിന്നിലേക്ക് നീളുന്നു. അവിടെ മോറസ് ഗാരേജ് എന്നുള്ള ആ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. MG എന്നുള്ള പേരിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് മോറസ് ഗാരേജ് എന്നാണ്. അതാണ് കാണുന്നത്. അതിൻ്റെ ഇവിടെയും കാണാൻ നമുക്കൊരു സ്റ്റീൽ ഫിനിഷുള്ള ഭാഗം അത് പിന്നിലേക്ക് നീളുന്നുണ്ട്.
സൈഡ് വ്യൂ മിറേഴ്സിൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് അത്തരം കാര്യങ്ങളെല്ലാം നിലനിർത്തിയിരിക്കുന്നു. ഇവിടെ അതിൻ്റെ ക്രോം സ്ട്രിപ്പ് അങ്ങനെ വീണ്ടും ഈ വിൻഡോ ലൈനിൽ നീളുന്നുണ്ട്. അതുപോലെ ഈവൻ ഈ ഒരു ഡോർ ഹാൻഡിലിൽ പോലും ഒരു ചെറിയ സ്റ്റീലിൻ്റെ ഒരു ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. മേൽഭാഗത്ത് വൈറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഗ്രാബ് റെയിലിന്. പിൻഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് വലിയ മാറ്റമൊന്നും അനുഭവപ്പെടില്ല. എങ്കിലും മാറ്റം സംഭവിച്ചിരിക്കുന്ന ഒരേ ഒരു കാര്യത്തിനാണ്, അത് ഈ കാണുന്ന ബമ്പറിനാണ്. ബമ്പറിൻ്റെ രൂപത്തിലും ഭാവത്തിലുമൊക്കെ മാറ്റം സംഭവിച്ചു. ഈ ഒരു സ്റ്റീൽ ഫിനിഷ് ഇവിടെയും വളരെ പെർമനൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. പിന്നെ മൊത്തത്തിൽ സ്റ്റീൽ ഫിനിഷ് ആണ് കേട്ടോ. MGയുടെ ഈ ലോഗോ ആയാലും ഇവിടെ കാണുന്ന വളരെ വീതിയുള്ള സ്ട്രിപ്പായാലും ഈ ഹെക്ടർ എന്നുള്ള വലിയ ബാഡ്ജിങ് ആയാലും എല്ലാം തന്നെ ക്രോം അല്ലെങ്കിൽ സ്റ്റീൽ ഫിനിഷ് ആണെന്ന് പറയാം. എന്തായാലും ഈ കാണുന്ന LED സ്ട്രിപ്പും അത്തരം കാര്യങ്ങൾക്കൊന്നും മാറ്റമില്ല. LED ടെയിൽ ലാമ്പിൻ്റെ ഷേപ്പിനും മാറ്റം സംഭവിച്ചിട്ടില്ല. ഇവിടെ പഴയ ബ്രിട്ടീഷ് ആ ഒരു എന്താ പറയുക ലെഗസി കാണിക്കാൻ വേണ്ടി ബ്രിഡ്ജ് ഡൈനാമിക് എന്നുള്ള ആ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇൻ്റർനെറ്റ് ഇൻസൈഡ് എന്ന് പറഞ്ഞ് നമ്മളെ കളിയാക്കുന്ന രീതിയിൽ എഴുതി വെച്ചിരുന്ന ആ സാധനം എടുത്ത് കളഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. കാരണം ഇത് ആദ്യമായിട്ട് 6 വർഷം മുമ്പ് നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോഴേ നമ്മളൊക്കെ കളിയാക്കിയതാണ് ഇൻ്റർനെറ്റ് ഇൻസൈഡ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ പോക്കറ്റ് കിടക്കുന്ന മൊബൈലിലൊക്കെ ഇൻ്റർനെറ്റ് ഇൻസൈഡ് ആണല്ലോ. അപ്പോൾ ഇത് വലിയ സംഭവമൊന്നും ഇല്ല എന്നുള്ളത്. പക്ഷേ അത് വീണ്ടും ക്യാരി ഓവർ ചെയ്ത് പല മോഡലിലും വന്നപ്പോൾ എന്ത് പറയാൻ, അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ തോന്നിയിട്ട്. പക്ഷേ എന്തായാലും അന്ന് അടിച്ചു വെച്ച സാധനം തീർന്നെന്ന് തോന്നുന്നു. ഇപ്പോൾ അത് കൊടുത്തിട്ടില്ല. അഡാസിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ടെന്നുള്ള കാണിക്കാൻ വേണ്ടി വലിയ അഡാസ് ഫീച്ചേഴ്സും കൊടുത്തു. ഇനിയിപ്പോൾ ഇതും വലിയ കാര്യമൊന്നുമില്ല. വളരെ ചെറിയ വാഹനങ്ങൾ ഇപ്പോൾ അഡാസ് വന്നുകൊണ്ട് ഇനി അതും എഴുതി വെക്കേണ്ട കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്തായാലും ഷാർഫിൻ ആൻറ്റിന, അതുപോലെ തന്നെ ഡീഫോഗർ, ഒരു സിംഗിൾ വൈപ്പർ, അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബൂട്ട് സ്പേസ് ഒന്ന് നോക്കാം. ടോപ്പ് എൻഡ് മോഡലായത് തന്നെ ഇലക്ട്രിക്കലി നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റി. ബൂട്ട് സ്പേസിനൊന്നും കാര്യത്തിൽ ഒന്നും പറയാനില്ല. കാരണം ഇത് ഇപ്പോൾ 5 സീറ്ററാണ്. 7 സീറ്റർ വാഹനത്തിലും അത് ഹെക്ടർ പ്ലസ് എന്ന് പറയുന്ന വാഹനത്തിലും ഒക്കെ ബൂട്ട് സ്പേസ് മോശമല്ലാത്ത രീതിയിലുണ്ട്. ഇത് 6 സീറ്റർ ആകുമ്പോഴൊക്കെ ഈ പറഞ്ഞ പോലെ ബൂട്ട് സ്പേസ് നിലനിർത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ 5 സീറ്ററുകൾ ഇഷ്ടം പോലെയാണ് ബൂട്ട് സ്പേസ്, യാതൊരു പിശുക്കും കൊടുത്തിട്ടില്ല. അപ്പോൾ എന്തായാലും സ്പെയർ ടയർ കൊടുത്തിട്ടില്ല. ആൻറ്റി പങ്ക്ചർ കിറ്റ് തന്നെയാണ് ഈ വാഹനത്തിലൊക്കെ വരുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം വളരെ പ്രാക്ടിക്കലാണ്. നമുക്ക് ഇലക്ട്രിക്കലി ഇത് ക്ലോസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ആദ്യകാലത്തൊക്കെ നമ്മൾ ഈ ഹെക്ടർ കണ്ടപ്പോഴത്തേക്ക് എൻ്റെ അമ്മ ഇത് എന്തൊരു ബൾക്കി വാഹനം എന്ന് വിചാരിച്ചിരുന്നു. ആ ബൾക്കിനെസ് എന്ന് പറയുന്ന സ്ഥാനം അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ ഇൻറ്റീരിയർ സ്പേസ് എന്ന് പറയുന്നത് അമേസിംഗ് ആണ്. ഇപ്പോൾ അടുത്ത കാലത്ത് MG ഹെക്ടർ ഓടിച്ച് കുറേ കാലമായിട്ട് കൊണ്ടുനടന്ന് ഇപ്പം മറ്റൊരു വാഹനം വാങ്ങിച്ച മറ്റൊരു MPV വാങ്ങിച്ച ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ആ MG ഹെക്ടറിൻ്റെ ഉള്ളിലെ സ്പേസ് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അത് മിസ് ചെയ്യും. അത്രയും വിശാലമായ ഇൻറ്റീരിയർ സ്പേസാണ്. തന്നെയല്ല വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഇൻറ്റീരിയറാണ്. അപ്പോൾ ഇനി എന്താണ് ഉൾഭാഗത്ത് മാറ്റം നോക്കുക. ഉൾഭാഗത്തെ പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ വലിയ സ്ക്രീൻ ഉണ്ടല്ലോ, ആ സ്ക്രീനിൽ ഗസ്റ്റർ കൺട്രോളൊക്കെ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും പുതിയ MG ഹെക്ടറിൻ്റെ ഇൻറ്റീരിയർ കളേഴ്സിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇത് ഐസ് ഗ്രേ എന്ന് പറയുന്ന കളറാണ് ഇപ്പോൾ ഈ ഒരു 5 സീറ്റർ വാഹനത്തിൽ വന്നിരിക്കുന്നത്. നല്ല രസമുള്ള കളറാണ്, നല്ല പ്രീമിയം ലുക്കിംഗ് കളറാണ്. പക്ഷേ ഇത് 6 സീറ്റർ അല്ലെങ്കിൽ 7 സീറ്ററിലേക്ക് ഈ ഹെക്ടർ പ്ലസിലേക്കൊക്കെ പോകുമ്പോൾ ഇത് ടാൻ കളറായിട്ട് മാറുന്നുണ്ട്. ടാൻ കളർ എനിക്ക് വലിയ ഇഷ്ടമുള്ളതാണ്. പക്ഷേ ഇതും നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ അതും ബ്ലാക്കും അതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് അങ്ങേയറ്റം പ്രീമിയമാണ്. ഇപ്പം ഇവിടെയൊക്കെയാണെങ്കിലും വളരെ സോഫ്റ്റ് ലെതറൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. അതുപോലെ ഇവിടെ ആംബിയൻ ലൈറ്റിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ടെന്ന് കരുതുന്നു. ഇപ്പോൾ ഒരു ബ്ലൂ ലൈറ്റാണ് വന്നിരിക്കുന്നത്. ഇവിടെയൊക്കെ പിയാനോ ബ്ലാക്ക് ഫിനിഷ്, ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു സ്റ്റീൽ ഫിനിഷ്, അങ്ങനെ എല്ലാം കൂടി നല്ല പ്രീമിയം ലുക്ക് തീർച്ചയായിട്ടും ഉണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു നീല നിറം വരുന്നുണ്ട് ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിനിടയ്ക്ക്. അതിനൊരു എന്താ പറയുക, ഒരു കാർബൺ ഫിനിഷാണ് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. പക്ഷേ ബ്ലൂ നിറമാണ് അകത്ത് കൊടുത്തിരിക്കുന്നത്. സീറ്റുകളെന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റം കംഫർട്ടബിളാണ്. തന്നെയല്ല ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ എന്നൊക്കെ പറയുന്നത് ഇഷ്ടം പോലെ ഉണ്ട്. 6 വേ അഡ്ജസ്റ്റബിളാണ്. കൂടാതെ മെമ്മറി ഫംഗ്ഷൻ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അതിലൊന്നും യാതൊരു പിശുക്കും കാണിച്ചിട്ടില്ല. ഹൈറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ സ്പേസ് അറിയാമല്ലോ, ഈ വാഹനത്തിൻ്റെ വലിപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ സ്പേസിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. പിന്നെ പനോരമിക് സൺറൂഫ് എന്ന് പറയുന്ന സംഭവം ഇതുമൊക്കെ നമ്മളെ ആദ്യകാലത്തെ ഞെട്ടിച്ചൊരു കമ്പനിയാണ് MG മോട്ടോർ എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളും ഇഷ്ടം പോലെ കുത്തി നിറച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പം ഈ ഒരു വലിയ പ്രത്യേകതയ്ക്ക് പുറമെ മറ്റു പ്രത്യേകതയുണ്ട്. അത് ഞാൻ ഇതുവരെ പറയാൻ വിട്ടുപോയ കാര്യമാണ്. കാരണം 2 ലക്ഷം രൂപയോളം വില കുറച്ചാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു വാഹനം.
തുടക്കത്തിൽ അതായത് 6 വർഷം മുമ്പ് MG ഹെക്ടർ വന്നതിനേക്കാൾ വില കുറച്ചാണ് ഇപ്പോൾ കൂടുതൽ മാറ്റങ്ങളോടെ കൂടുതൽ ഫീച്ചേഴ്സോടുകൂടി MG ഹെക്ടർ വന്നിരിക്കുന്നത്. പക്ഷേ ഇതൊന്നുമല്ല ഇന്നത്തെ താരം എന്ന് പറയുന്നത് ഈ കാണുന്ന സ്ക്രീനാണ്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നമ്മൾ ജയലളിതയുടെ എസ്റ്റേറ്റ് വെച്ച് ആദ്യമേ MG ഹെക്ടർ കണ്ടപ്പോൾ ഞെട്ടിപ്പോയത് ഈ ഒരു TV കണ്ടപ്പോഴാണ്, അകത്തിരിക്കുന്ന വലിയ TV. അപ്പോൾ ഈ TVയുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നു, എല്ലാ ഫംഗ്ഷനും ഇതിൻ്റെ അകത്താണ്. അപ്പോൾ നമ്മുടെ ശ്രദ്ധ പോവും. നമ്മളിപ്പം ക്ലൈമറ്റ് കൺട്രോൾ ഇതിലേക്ക് നോക്കി കൂട്ടണം, അപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചൈനീസ് ബുദ്ധി തെളിഞ്ഞത്. അങ്ങനെ പോരല്ലോ, അതിന് തൊടാതെ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ എന്ത് ചെയ്തു, ഗസ്റ്റർ കൺട്രോൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പം ഗസ്റ്റർ കൺട്രോൾ എന്ന് വെച്ചാൽ നമ്മൾ വെറുതെ തൊട്ടാൽ മതി. അതായത് 2 വിരൽ 3 വിരൽ ഇങ്ങനെ 2 തരത്തിലുള്ള ഗസ്റ്റർ കൺട്രോളാണുള്ളത്. 2 വിരലാണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഇതുണ്ടല്ലോ ക്ലൈമറ്റ് കൺട്രോൾ സിസ്റ്റത്തിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താൻ 2 വിരൽ ഉപയോഗിച്ചാൽ മതി. കാണിച്ചുതരാം. ഇപ്പോൾ നമ്മൾ ലോ ടെമ്പറേച്ചറിൽ കിടക്കുകയാണല്ലോ, 22 ഡിഗ്രിയിലേക്ക് വരുന്നു, ലോ ആയി. ഇവിടെ എഴുതി കാണിക്കുന്നുണ്ടോ, ലോ 19 ഡിഗ്രി. എത്ര ഡിഗ്രി വേണോ അതനുസരിച്ച് നമ്മൾ വിരൽ ഒന്ന് കാണിക്കുക. അതുകൊണ്ട് നല്ല രസമുണ്ട്. ഇനി ഫാനിൻ്റെ സ്പീഡ് കൂടണമെങ്കിൽ കൂടി, കുറഞ്ഞു, ഇങ്ങനെ നമുക്ക് കളിക്കാൻ സാധിക്കും. അതങ്ങനെ. പിന്നെ 3 വിരൽ, അടുത്ത 3 വിരലാണ്. 3 വിരൽ മ്യൂസിക് സിസ്റ്റത്തിനാണ്. മ്യൂസിക് സിസ്റ്റത്തിൻ്റെ സൗണ്ട് കൂട്ടാനും FM റേഡിയോ സ്റ്റേഷൻ സെലക്ഷൻ അത്തരം കാര്യങ്ങൾക്ക് 3 മതി. കേട്ടോ, ഇപ്പോൾ FM 104 വന്നിരിക്കുന്നു, അത് മാറ്റി 102ആയി, 94.3, 93.5, 99.9, അതങ്ങനെ. ഇനി സൗണ്ട് കൂടണമെങ്കിൽ കോപ്പിറൈറ്റ് അടിക്കുന്നതുകൊണ്ടാണ്. തന്നെയല്ല വല്ല പാർട്ടി വിരുദ്ധ പാട്ടൊക്കെ വന്നാൽ പിന്നെ അതുമായി. അപ്പം അതുമാത്രമല്ല കേട്ടോ, ഈ പറഞ്ഞ ഗസ്റ്റർ കൺട്രോൾ മാത്രമല്ല എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇതിൻ്റെ അകത്ത്. അന്നോട്ട് നമുക്ക് അറിയാമല്ലോ, എല്ലാ കണക്ടിവിറ്റി ഫീച്ചേഴ്സും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, ജിയോ സാവൻ പോലുള്ള പാട്ട് കക്ഷികൾ, ജിയോ സാവൻ, പിന്നെ എന്തൊക്കെയുള്ളത് ആപ്പുകളെല്ലാം നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് വേറെ കാര്യം കൂടി വന്നു കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടുപോയി. അതായത് 10 GB റാമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് ഇൻറ്റർണൽ സ്റ്റോറേജ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെയാണ്, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ക്യാബിൻ മോഡ്, പലതരത്തിലുള്ള ക്യാബിൻ മോഡുകൾ, വാലറ്റ് മോഡ്, ക്വയറ്റ് മോഡ്, അത്തരം മോഡുകൾ, അങ്ങനെ എല്ലാ കണക്ടിവിറ്റി ഫീച്ചേഴ്സും. പിന്നെ ഒരു ഭീകര റിവേഴ്സ് ക്യാമറ, എല്ലാ സംഭവങ്ങളും 3D വേണോ 3D, 2D വേണോ 2D, എല്ലാ സാധനങ്ങളും കൊടുത്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊന്നും യാതൊരു പിശുക്കുമില്ല. അപ്പം അത് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാനിപ്പോൾ കൂടുതൽ പറയുന്നത്. എന്തായാലും ഈ ഒരു സംഭവം വളരെ ഗംഭീരമാണ്. ഈ ഒരു ഗസ്റ്റർ കൺട്രോൾ ഇനിയിപ്പോൾ എല്ലാ വാഹന നിർമ്മാതാക്കളും അനുകരിക്കാൻ സാധ്യതയുള്ളൊരു സംഭവം കൂടിയാണത്. ഒട്ടും എന്താണ് സേഫ്റ്റിയെ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. പിന്നെ അതിൽ നിന്ന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വയർലെസ് ചാർജറാണ് കൊടുത്തിരിക്കുന്നത്, ഫോണിൻ്റെ വയർലെസ് ചാർജർ. പിന്നെ ഇത് നല്ല തകർപ്പനൊരു ഗിയർ ലിവറാണ് കേട്ടോ, ഓട്ടോമാറ്റിക്. ഇത് CVT ട്രാൻസ്മിഷനാണ്, ഈ ഒരു പെട്രോൾ ഓട്ടോമാറ്റിക്കിൽ അതിൻ്റെ ഗിയർ ലിവറാണിത്. ഇവിടെ ഇക്കോ എന്ന് പറയുന്നൊരു മോഡ് കൂടി നമുക്കിവിടെ കാണാം. ഇക്കോയിലേക്ക് മാറ്റി അത്യാവശ്യം മൈലേജ് കുറവാണെന്ന് അറിയാമല്ലോ, ഈ പെട്രോൾ ഇത്രയും വലിയൊരു വാഹനത്തിന് പെട്രോൾ എഞ്ചിൻ വരുമ്പോൾ, അപ്പോൾ അതനുസരിച്ച് ഇക്കോയിലേക്ക് പോകാനുള്ള സാധനമാണ്. ഗിയർ സെലക്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ AC ഫിസിക്കൽ സ്വിച്ചുകൾ, ഇത് വെന്റിലേറ്റർ സീറ്റുകളുടെ സ്വിച്ചുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ACയുടെ മാക്സിമം ഒക്കെ ആക്കാനുള്ള സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ 2 MG കീകൾ കാണാം. ഒന്ന് നമ്മുടെ പാവപ്പെട്ട കോമറ്റിൻ്റെ കീയാണ്, ഇത് ഈ വാഹനത്തിൻ്റെ കീ. ഇവിടെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ്. പിന്നെ ഇത് വേണമെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്ത് വയ്ക്കാൻ സാധിക്കും. അങ്ങനെ വളരെ നീറ്റാണ് കൺസോൾ എന്ന് പറയുന്നത്, യാതൊരു സംശയമില്ല. പിന്നെ എന്താ പറയുന്നത്, പിന്നെ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച്, അതാണ് ഇവിടെ കാണുന്നത്. ചെറിയൊരു സ്വിച്ച് അതവിടെ കൊടുത്തിരിക്കുന്നു. പിന്നെ സ്റ്റിയറിംഗ് വീലാണെങ്കിലും അത് പഴയ രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്നത്, പുതിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. ക്രൂസ് കൺട്രോളും വോളിയം കൺട്രോളും എല്ലാ കാര്യങ്ങളും നമുക്ക് 2 സൈഡിലായിട്ട് കാണാം. ഒരു 3 സ്പോക്ക് നല്ല ഭംഗിയുള്ള സ്റ്റിയറിംഗ് വീലാണ്. സാമാന്യം വലിയൊരു മീറ്റർ കൺസോൾ, നല്ല ബ്രൈറ്റായിട്ടുള്ള ലെറ്റേഴ്സൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതിലും അത്യാവശ്യം വേണ്ട ഇൻഫർമേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഭാഗത്ത് പറയുന്നത്. പിന്നെ ഇവിടെ ലൈറ്റിൻ്റെ സ്വിച്ചിൻ്റെ കൺട്രോളുകൾ, പിന്നെ ഇവിടെ സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ കൺട്രോളുകൾ, ഇത് പിന്നിലെ ബൂട്ട് ഓപ്പൺ സ്വിച്ച്. ഈ സൈഡിലൊക്കെ ആണെങ്കിലും കൺട്രോളൊക്കെ വളരെ നിലവാരമുള്ള സ്വിച്ചുകൾ, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇൻഫിനിറ്റിയുടെ മ്യൂസിക് സിസ്റ്റമാണ്, അതിൻ്റെ ട്വിറ്ററാണ് ഇവിടെ കാണുന്നത്. ഇവിടെയൊക്കെ ചെറിയ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ സ്പീക്കേഴ്സും അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല ഗംഭീരമായ മ്യൂസിക് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. ഡോർ പാഡിലേക്ക് വരികയാണെങ്കിൽ ഒരു ബോട്ടിൽ, 1 അല്ല 2 ബോട്ടിലൊക്കെ വയ്ക്കാവുന്ന സ്ഥലമുണ്ട്. പിന്നെ പുതിയ നിറം, അത് സീറ്റിൽ കാണുന്ന അതേ നിറം തന്നെ, ആ രീതിയിലുള്ള ലെതർ ഫിനിഷ് തന്നെയാണ് അവിടെ ഡോർ പാഡിലും കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ആംബസ്റ്റ് ഉണ്ട്. കൂടാതെ ബ്ലാക്ക് ഫിനിഷും അത്തരം കാര്യങ്ങളും എല്ലാം തന്നെ കൊടുത്ത് ഭംഗിയായിട്ടുണ്ട്. താഴെയായിട്ട് വലിയൊരു സ്പീക്കറും പിന്നെ ട്വിറ്ററിൻ്റെ ഒക്കെ പൊസിഷനൊക്കെ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് മുൻഭാഗത്ത് ഇരുന്ന് പറയാവുന്ന കാര്യങ്ങൾ. എന്തായാലും ഈ ഒരു നിറം ഭംഗിയായിട്ടുണ്ട്. ഇതിനൊക്കെ ഭംഗിയായിരിക്കാം ടാൻ നിറമെന്ന് തോന്നുന്നു, അത് ഞാൻ കണ്ടില്ല ഇതുവരെ.
ബാക്കി ഈ ഗസ്റ്റർ കൺട്രോൾ മതി താരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ ഭംഗിയായിട്ടുണ്ട്. നേരത്തെ നമ്മൾ 1-2 ബെൻസിൻ്റെയൊക്കെ ചില മോഡലുകൾ ഗസ്റ്റർ തൊടാതെയുള്ള ഗസ്റ്റർ കൺട്രോൾ കണ്ടിരുന്നു. പക്ഷേ ഇത്രയും വലിയ സ്ക്രീൻ ആയതുകൊണ്ട് ഇതിൽ നമുക്ക് ഈ ഗസ്റ്റർ കൺട്രോളിന് കൂടുതൽ സാധ്യതയുണ്ട്. നമുക്കിങ്ങനെ ബാക്കി എല്ലാ സ്ക്രീനും ഇങ്ങനെയാണല്ലോ, ഇത് ഇങ്ങനെ ഇരിക്കുന്ന സ്ക്രീൻ ആയതുകൊണ്ട് ഗസ്റ്റർ കൺട്രോളിന് കൂടുതൽ സാധ്യത. അതാണ് ഇപ്പോൾ കമ്പനി പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിനി സെക്കൻഡ് റോ ഇരിക്കാം. പിൻഭാഗത്തും ഏറ്റവും ഗംഭീരമായൊരു സംഭവം സീറ്റ് തന്നെയാണ്. സീറ്റിൻ്റെ പൊസിഷനിങ്ങും അതോടൊപ്പം തന്നെ തൈ സപ്പോർട്ടും എല്ലാം തകർപ്പനാണ്. പിന്നെ ഒട്ടും തന്നെ ഉയർന്ന പ്ലാറ്റ്ഫോം അല്ലാത്തതുകൊണ്ട് 3-4 പേർക്ക് പോലും ഇരിക്കാവുന്ന അത്രയും വീതിയുമുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ആംറസ്റ്റ് ഉണ്ട്, അതിൽ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. പിന്നെ ഈ ഒരു സംഭവം ഇത് ഏറ്റവും പിന്നിലേക്ക് വരും. അതായത് അമ്മേ മഹാമായ ഇതാ ആ പാനലങ്ങ് മാറ്റി കഴിഞ്ഞാൽ ഏറ്റവും പിൻഭാഗത്തിരിക്കുന്ന ബൂട്ടിലിരിക്കുന്ന പെട്ടിക്ക് വരെ കിട്ടും ഈ ഒരു സൂര്യപ്രകാശം എന്ന് പറയുന്ന രീതിയിൽ. അത്രയും പനോരമിക്കാണ് സൺറൂഫ്, അതിൻ്റേതായൊരു സുഖമുണ്ട്. മൊത്തത്തിൽ നല്ല ബ്രൈറ്റാണ്, ഇൻറ്റീരിയർ നല്ല പ്ലസൻറ്റും ബ്രൈറ്റുമാണ്, അത് സന്തോഷമുള്ള കാര്യം. പിന്നെ വിൻഡോയിലേക്ക് അല്പം താഴ്ന്നാണ്, നല്ല ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്, സുഖമായിട്ട് പിൻഭാഗത്തിരിക്കുന്നവർക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. പിന്നിലേക്ക് AC വെൻ്റ് കൊടുത്തിരിക്കുന്നു, ചാർജിങ് പോയിൻ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നു, താഴെയായിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ വയ്ക്കാവുന്നൊരു സ്ഥലവും അതും കൊടുത്തിട്ടുണ്ട്. ഡോർ പാഡിൽ ഇവിടെയും ഒരു ബോട്ടിൽ വയ്ക്കാം, നല്ല ഒരു ഡോർ പാഡ്, നല്ല ഭംഗിയുള്ള ഡോർ പാഡും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പിൻഭാഗത്തിരുന്ന് പറയുന്ന കാര്യങ്ങൾ. പിന്നെ ഡ്രൈവിൻ്റെ കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല, എഞ്ചിൻ്റെ കാര്യത്തിൽ ആരും മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതൊന്ന് ഓടിച്ചോളാം. അപ്പോൾ MG ഹെക്ടറിൻ്റെ ഡ്രൈവബിലിറ്റി എന്ന് പറയുന്നത് അധികം വിശദീകരിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം വർഷങ്ങളായി നിങ്ങളൊക്കെ ഓടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മറ്റു മാറ്റങ്ങളൊന്നും തന്നെയില്ല, സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. പക്ഷേ മാറ്റം സംഭവിച്ച മുഴുവൻ ഈ പ്രദേശത്തിനാണ്. ഈ പ്രദേശം എന്ന് പറയുന്നത് ഞാനൊക്കെ വളരെ വർഷങ്ങളായിട്ട് ഷൂട്ട് ചെയ്യാൻ വരാറുണ്ടായിരുന്നു. നമ്മൾ രാവിലെ കാണുന്നത് ഇവിടെ പ്രകൃതി ഫോട്ടോഗ്രാഫർമാരുണ്ടല്ലോ, നേച്ചർ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നടന്നതിൻ്റെ സ്ഥലമാണ്. ഈ പറഞ്ഞ സ്ഥലത്തെല്ലാം ഇഷ്ടംപോലെ പക്ഷികൾ, ധാരാളം ഈ ദേശാടന പക്ഷികൾ ഉൾപ്പെടെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുക്കാൻ വേണ്ടി രാവിലെ ഫോട്ടോഗ്രാഫേഴ്സ് വന്ന് നിൽക്കുകയും നമ്മളവരെയൊക്കെ പരിചയപ്പെടുമായിരുന്നു. ആ സ്ഥലത്താണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇത് നമ്മുടെ കൊച്ചിൻ മെട്രോയിലേക്കുള്ള പ്രീ കാസ്റ്റ് ചെയ്ത സാധനങ്ങളൊക്കെ ഇവിടെയാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ നിന്ന് നേരെ ഉണ്ടാക്കി വെച്ച കോൺക്രീറ്റ് സംഭവങ്ങളൊക്കെ കൊണ്ടുപോയി അങ്ങോട്ട് ഫിറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഇതൊക്കെ ഗംഭീരമായ കാടായിരുന്നു. ഈ കാടിൻ്റെ അകത്ത് HMDയുടെ സ്കൂളിൻ്റെ വലിയ ഗ്രൗണ്ട്, അതിലൊക്കെ ആ ഗ്രൗണ്ടിലൊക്കെ നമ്മൾ ധാരാളം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പഴയ വീഡിയോ ഒക്കെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് മഹീന്ദ്ര താറൊക്കെ നമ്മൾ അവിടെയാണ് ഷൂട്ട് ചെയ്തത്. ആ സ്ഥലത്താണ് മൊത്തം നശിച്ചു എന്ന് പറയാൻ പറ്റില്ല, പുരോഗതിക്ക് തടസ്സം എന്നല്ല ഞാൻ പറഞ്ഞത്, എങ്കിൽ പോലും ആ കാട് മൊത്തത്തിൽ അങ്ങ് പോവുകയും. എനിക്ക് ഓർമ്മയുണ്ട് ആദ്യകാലം നമ്മൾ ഷൂട്ട് ചെയ്യാൻ വന്നപ്പോൾ എൻ്റെ അടുത്ത് പോലീസ് ജീപ്പ് വന്ന് നിർത്തിയിട്ട് പറഞ്ഞു, വളരെ ശ്രദ്ധിക്കണം, ഇവിടെ അണലിയും പെരുമ്പാമ്പും ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ്. ആ സ്ഥലത്താണ് ഇപ്പോൾ അണലിയും പെരുമ്പാമ്പും പോയിട്ട് മെട്രോയുടെ തൂണായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഷൂട്ട് ചെയ്യുന്ന മറ്റൊരു ആ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൻ്റെ അവിടെയാണ് ഹൈക്കോടതിന് വേണ്ടി 26 ഏക്കർ മറ്റോ അക്വയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പിന്നിലും ഗംഭീര കാടാണ്. ആ കാടും ഇപ്പോൾ പോയിട്ട് നമ്മുടെ ജഡ്ജിമാരും വക്കീലന്മാരും ഒക്കെ നടക്കുന്ന സ്ഥലമായിട്ട് മാറാൻ പോവാണ്. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, വികസനം തീർച്ചയായിട്ടും വേണം, എങ്കിലും നമുക്ക് അങ്ങനെ കണ്ടുവന്നതിൻ്റെ ഒരു വിഷമം എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഏതായാലും ഇനി ബാക്കി നിൽക്കുന്ന HMDയുടെ പരിസരത്തെ കാടുകളാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി വാഹനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷൻ ആയാലും അതുപോലെ ഈ എന്താ പറയുക ഗ്ലാസ് ഏരിയ എന്ന് പറയുന്നത് മുഴുവൻ ഗ്ലാസ് ഏരിയയാണ്. ഫുൾ ഓപ്പണായിട്ട് കിടക്കുന്ന പോലെ തോന്നുന്ന രീതിയിലുള്ള ഗ്ലാസ് ഏരിയ, വളരെ പ്രസന്നമായ ഇൻറ്റീരിയർ, അത്ര എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ ഗസ്റ്റ് കൺട്രോളിൽ പല കാര്യങ്ങളും ചെയ്യാമെന്നുള്ളതുകൊണ്ട് തന്നെ കൈ മാത്രം മതി, കണ്ണ് വേണ്ട അങ്ങോട്ട് എന്നുള്ളൊരു അവസ്ഥയായിട്ടുണ്ട്. അത്ര എല്ലാ കാര്യങ്ങളിലും മുന്നിലാണ്. പിന്നെ എന്താണ് പെട്രോളിൻ്റെ ഒരു കുറവ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിൻ ഇത്രയും വലിയൊരു വാഹനത്തിൽ വരുമ്പോൾ മൈലേജ് താരതമ്യേന കുറവാകാനുള്ള സാധ്യതയുണ്ട്. അത് ഉപയോഗിക്കുന്ന പലരും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ CVT ട്രാൻസ്മിഷനാണ്. CVT ട്രാൻസ്മിഷൻ ഇപ്പോൾ പൊതുവെ
എല്ലാവരും ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. CVT-യുടെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഇനിഷ്യൽ ചെറിയൊരു ലാഗുണ്ട്. അതിന് റബ്ബർ ബാൻഡ് എഫക്റ്റ് എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ അത് വളരെ ചെറിയൊരു ലാഗ് നമ്മൾ നന്നായിട്ട് കാല് കൊടുത്താൽ അത് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ പല വാഹന നിർമ്മാതാക്കളും പഴയ ടോർക്ക് കൺവേർട്ടറിലേക്ക് തിരിച്ചു പോകുന്നത്. ഇതിൻ്റെ കാര്യത്തിൽ നമുക്ക് വളരെ ചെറിയൊരു ലാഗ് തുടക്കത്തിൽ തോന്നാം, പക്ഷേ അതിന് ശേഷം വളരെ സ്മൂത്താണ്. എൻജിൻ റിഫൈൻമെൻറ്റും അതുപോലെ തന്നെ NVS ലെവലുകളും, അതായത് ഉള്ളിലേക്ക് ഒരു ശബ്ദവും വരില്ല, ഈവൻ ടയറിൻ്റെ ഉരയുന്ന സൗണ്ട് പോലും വരാത്ത രീതിയിൽ അത്രയും ഗംഭീരമായ രീതിയിൽ NVS ലെവലുകളൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ ഈ ഒരു വലിപ്പവും കാര്യങ്ങളെല്ലാം നമുക്ക് റോഡിൽ കൂടുതൽ ഗ്രിപ്പ് സമ്മാനിക്കുന്നു. അപ്പോൾ 2 എൻജിൻ ഓപ്ഷൻസാണ് പതിവ് പോലെ ഇപ്പോഴും തുടരുന്നത്. അതൊരു 1.5 ലിറ്റർ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനും അതോടൊപ്പം തന്നെ മറ്റൊരു 2 ലിറ്റർ ഡീസൽ എഞ്ചിനുമാണ്. 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ എന്ന് പറയുന്നത് ഫിയറ്റ് നിർമ്മിച്ചു കൊടുത്ത, അതായത് വർഷങ്ങളായിട്ട് ഇന്ത്യയുടെ ഏറ്റവും ട്രസ്റ്റഡ് എഞ്ചിൻ എന്ന് വിളിക്കാവുന്ന എഞ്ചിനാണ്. അത് തന്നെയാണ് ഹാരിയറിൽ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു പെട്രോൾ എഞ്ചിനാണെങ്കിൽ 143 bhp ആണ്, 250 ന്യൂട്ടൺ മീറ്റർ ആണ്. അതിൽ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന CVT ട്രാൻസ്മിഷനും ഉള്ളത്. പക്ഷേ ഏറ്റവും വലിയ കുറവെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ഡീസൽ എഞ്ചിനിൽ മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ കുറവ്. അപ്പോൾ ഈ ഒരു പെട്രോൾ ഓട്ടോമാറ്റിക് എഞ്ചിനും അതോടൊപ്പം തന്നെ CVT ഗിയർ ബോക്സും വരുമ്പോഴാണ് ഈ തുടക്കത്തിലുള്ള വളരെ ചെറിയൊരു ലാഗ്, ഒരു വളരെ ചെറിയ RPM അനുഭവിക്കാൻ കഴിയുന്നുണ്ടെങ്കിലും അതിനുശേഷം പെർഫോമൻസിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും നമുക്ക് തോന്നുന്നില്ല. പക്ഷേ എന്തുകൊണ്ടാണ് CVT-യിൽ തന്നെ ഈ വാഹനം നിലനിർത്തിയിരിക്കുന്നതെന്നുള്ള എനിക്ക് തോന്നിയൊരു കാര്യം വെച്ചാൽ, CVT നമ്മൾ വേണ്ട രീതിയിൽ ഓടിച്ചാൽ മൈലേജ് കൂടുതൽ കിട്ടും. പക്ഷേ ടോർക്ക് കൺവേർട്ടർ എന്ന് പറയുന്നത് അങ്ങനെ മൈലേജ് കൂടുതൽ കിട്ടുന്ന ഒരു ട്രാൻസ്മിഷൻ ഇല്ല. അതുകൊണ്ടായിരിക്കാം ഇതിപ്പോഴും CVT-യിൽ നിലനിർത്തിയിരിക്കുന്നത് തോന്നുന്നു. ഇതൊരു ടർബോ പെട്രോൾ എഞ്ചിനാണ്. അപ്പോൾ ടർബോ കിക്ക് ഓൺ ആകുന്നതിൻ്റെയും CVT ട്രാൻസ്മിഷൻ എല്ലാം കൂടി ഒരു ലാഗാണ് നമ്മൾ ആദ്യം അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10.5 സെക്കൻഡ് വേണം ഈ വാഹനത്തിന് 100 കിലോമീറ്റർ വേഗത എടുക്കാൻ. എന്തായാലും ആ തരത്തിലുള്ള ലാഗ് ഒഴിവാക്കാൻ വേണ്ടി വളരെ ചെറിയൊരു ഇലക്ട്രിക് മോട്ടർ കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇലക്ട്രിക് മോട്ടറാണ് 20% ടോർക്ക് ഇതിന് അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നത്. പക്ഷേ അതുകൊണ്ടും വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. ഈ ഒരു CVT ട്രാൻസ്മിഷൻ്റെയും അതുപോലെ ടർബോ ലാഗിൻ്റെ എല്ലാം കൂടെയുള്ള ആ ഒരു കോമ്പിനേഷനിൽ വരുന്ന ചെറിയ ലാഗ് ഒഴിവാക്കാൻ അതുകൊണ്ട് കഴിഞ്ഞിട്ടില്ല തുടക്കത്തിൽ. പക്ഷേ അതിന് ശേഷം വരുന്ന ഓരോ ലാഗിനും അല്ലെങ്കിൽ പവർ ഡ്രോപ്പിനും ഈ ഒരു 20% അധികം ടോർക്ക് ഒരു ബാക്കപ്പ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നന്നായിട്ടൊന്ന് കാല് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു പെർഫോമൻസിൻ്റെ പ്രശ്നങ്ങളൊന്നും നമ്മൾ അനുഭവിക്കാത്തത്. എന്തായാലും ഈ വാഹനത്തിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം സസ്പെൻഷനാണ്. സസ്പെൻഷൻ്റെ മികവ് മനസ്സിലാക്കാൻ വേണ്ടി അപ്പം തന്നെ നമുക്ക് റോഡ് കിട്ടുമല്ലോ കേരളത്തിൽ, പെട്ടെന്ന് തന്നെ സസ്പെൻഷൻ മികവ് മനസ്സിലാക്കുക. നമ്മളൊരു ചാട്ടം ചാടി ഇപ്പോൾ ഒരു കുഴിയൊക്കെ നിറഞ്ഞ റോഡിലൂടെ പോകുന്നു. എത്ര ഗംഭീരമായിട്ടാണ് അത്തരം റോഡിനെ ഇത് അബ്സോർവ് ചെയ്യുന്നതെന്നുള്ളൊരു സന്തോഷമുള്ള കാര്യമാണ്. വളരെ സുഖമായിട്ട് അത്തരം കാര്യങ്ങൾ ഓടിച്ചു പോകാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ADAS ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, അതും MG ആണ് തുടക്കത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഇതിൽ ADASൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സ് ഉണ്ട്, 6 എയർ ബാഗ് ഉണ്ട്, പിന്നെ അത്യാവശ്യം വേണ്ട CVT എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം വളരെ സേഫായിട്ടുള്ളൊരു വാഹനമാണ് എന്നുള്ള കാര്യം സംശയമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അഡീഷണലായിട്ട് വന്നിട്ട് പോലും 2 ലക്ഷം രൂപ കുറച്ചു എന്ന് പറയുന്നതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. അപ്പോൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കാം. ഏതായാലും രണ്ടാമതൊരു ജന്മത്തിന് വകുപ്പുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് തീരുമാനിക്കപ്പെടണമെങ്കിൽ കുറച്ചുകൂടെ കഴിയണം. എന്തായാലും എനിക്ക് തോന്നുന്നില്ല വളരെ കാര്യമായൊരു വിൽപ്പന വീണ്ടും ഹെക്ടർ ഉണ്ടാകുന്നു. കാരണം അതിനുശേഷം ധാരാളം പുതിയ വാഹനങ്ങൾ ഈ സെഗ്മെൻറ്റിൽ വന്നുകൊണ്ട് ഹെക്ടർ പതുക്കെ വിസ്മൃതിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും കുറച്ചൊക്കെ ഒന്ന് നേരെ നിൽക്കാൻ ഈ ഒരു പുതിയ ഫേസ് ലിഫ്റ്റും ഈ ഒരു വിലയിൽ വന്ന ചേഞ്ച് സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ സാധാരണ ഇതിൽ ഏതൊരു വാഹനം വന്നാലും, പുതിയ വാഹനം വരുമ്പോൾ നമ്മൾ പറയുന്നത് എന്താ, തീർച്ചയായിട്ടും വില കൂടി കാണുമല്ലോ, കാരണം ഫീച്ചേഴ്സ് കൂടി, അതുകൊണ്ട് വില കൂടുമല്ലോ. പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ വില കുറഞ്ഞു. 2 ലക്ഷം രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഓരോ വേരിയൻറ്റിനെന്നുള്ള അത്ഭുതപ്പെടുന്ന കാര്യമാണ്. അതായത് ആദ്യകാലത്ത് 6 വർഷം മുമ്പ് MG ഹെക്ടർ വന്നപ്പോൾ പോലും അതിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ വില എന്ന് പറയുന്നത് 14 ലക്ഷം രൂപയിലാണ് ആരംഭിച്ചെങ്കിൽ ഇപ്പോൾ 12 ലക്ഷം രൂപയിൽ ആരംഭിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന കാര്യമാണ്. ഇത് ടോപ്പ് എൻഡ് വേരിയൻറ്റ്, പെട്രോളിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻറ്റ്. ഇതിൻ്റെ വില 18,99,000, അത് 19 ലക്ഷം രൂപയാണ് എക്സ്ഷോറൂം വില. അപ്പോൾ ഇത് 5 സീറ്റർ പെട്രോൾ ഓട്ടോമാറ്റിക്കിൻ്റെ ടോപ്പ് എൻഡ്. ഇനി 6 സീറ്റർ ആണെങ്കിൽ 18,39,000 രൂപയാണ് വില ആരംഭിക്കുന്നത്. അതിനുശേഷം പിന്നെയുള്ളത് 7 സീറ്റർ. 7 സീറ്ററിൻ്റെ കാര്യത്തിൽ വില ആരംഭിക്കുന്നത് 17,29,000 രൂപയിലാണ്. 19,49,000 രൂപയാണ് 7 സീറ്ററിൻ്റെ ടോപ്പ് എൻഡിൻ്റെ വില, അതായത് പെട്രോൾ CVT-യുടെ വില.
എന്ന് പറയുമ്പോൾ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വില കുറച്ച് തന്നെയാണ് ഇപ്പോഴും ഹെക്ടറിൻ്റെ നിൽപ്പ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്നാലും 2 ലക്ഷം രൂപ വില കുറച്ചു എന്ന് പറയുന്ന സംഭവം തന്നെയാണ്. അത് ഈ ഒരു GSTയും അതോടൊപ്പം തന്നെ വണ്ടി അധികം വിറ്റ് പോകുന്നതിനുള്ള മറ്റൊരു സത്യം. അതൊന്ന് വിൽപ്പന വീണ്ടും ഒന്ന് ചൂടാക്കാൻ വേണ്ടിയൊക്കെ ആയിരിക്കാം. ആദ്യകാലത്ത് എത്ര യൂണിറ്റൊക്കെ വിറ്റിരുന്ന വാഹനമാണെന്ന് അറിയാമല്ലോ. ഇപ്പോൾ മാസം ഒരു 800 യൂണിറ്റിലൊക്കെയായിട്ട് ചുരുങ്ങിയിരിക്കുകയാണ് MG ഹെക്ടറിൻ്റെ കാര്യം. അപ്പോൾ അത് വീണ്ടും ഒന്ന് ചൂടാക്കിയെടുത്ത് കൂടുതൽ വാഹനങ്ങൾ വിൽക്കുക എന്നുള്ളതായിരിക്കാം കമ്പനിയുടെ ലക്ഷ്യം. എന്തായാലും ഈ ഒരു വിലയ്ക്ക് തീർച്ചയായിട്ടും വർത്താണ് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഇൻറ്റീരിയർ സ്പേസ് ആയാലും ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ആയാലും എഞ്ചിൻ്റെ റിഫൈൻമെൻറ്റ് ആയാലും CVT ട്രാൻസ്മിഷൻ ആയാലും എല്ലാം തന്നെ യാതൊരു പിശുക്കുമില്ലാതെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാര്യമായ മാറ്റങ്ങളുമായി വില കുറച്ച് വന്നിരിക്കുന്ന MG ഹെക്ടറിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ബൈ.